ഹായ് ഓൾ, വെൽക്കം ടു ദ ഇക്കണോമിക് മൈൻഡ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാറ്റഗറീസ് ഓഫ് ഇക്കണോമിക് സിസ്റ്റംസ് അല്ലെങ്കിൽ ടൈപ്സ് ഓഫ് ഇക്കണോമിക് സിസ്റ്റത്തിനെ കുറിച്ചാണ്. അപ്പൊ നമുക്ക് എന്താണെന്ന് നോക്കാം. Economic systems. The economic systems are mainly divided into three: capitalist economy, socialist economy, and mixed economy. അതായത് ഇക്കണോമിക് സിസ്റ്റത്തിനെ പ്രധാനമായിട്ടും മൂന്ന് കാറ്റഗറി ആയിട്ടാണ് തിരിച്ചിട്ടുള്ളത്. ഫസ്റ്റ്, ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമി അഥവാ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ. രണ്ട്, സോഷ്യലിസ്റ്റ് ഇക്കോണമി അഥവാ സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ. മൂന്നാണ് മിക്സഡ് ഇക്കോണമി അഥവാ മിശ്ര സമ്പദ് വ്യവസ്ഥ. ഇനി ഇവ ഓരോന്നും എന്താണെന്ന് നോക്കാം. ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമി, ഇറ്റ് ഓൾസോ നൗൺ ആസ് മാർക്കറ്റ് ഇക്കോണമി. ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമിനെ അല്ലെങ്കിൽ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെ മറ്റൊരു പേരാണ് എന്ത്? മാർക്കറ്റ് ഇക്കോണമി. ഇറ്റ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ പ്രൈവറ്റ് ഓണർഷിപ്പ് ഓഫ് ദി മീൻസ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് ദി അലോക്കേഷൻ ഓഫ് റിസോഴ്സസ് ത്രൂ ദി ഫോഴ്സസ് ഓഫ് സപ്ലൈ ആൻഡ് ഡിമാൻഡ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താന്ന് വെച്ചാല്, ഒരു ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമിയിൽ അല്ലെങ്കിൽ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് എന്തൊരു റിസോഴ്സസിന് മുകളിലുള്ള അവകാശവും ആർക്കായിരിക്കും? പ്രൈവറ്റ് സെക്ടറിനായിരിക്കും. അതായത് അവിടെ നടക്കുന്ന പ്രൊഡക്ഷന്റെ മേലുള്ളതും അതുപോലെ തന്നെ റിസോഴ്സസിന്റെ മേലുള്ള എല്ലാത്തിന്റെയും അവകാശം പ്രൈവറ്റിനായിരിക്കും അല്ലെങ്കിൽ പ്രൈവറ്റ് സെക്ടേഴ്സിനായിരിക്കും. ഇൻ ദീസ് സിസ്റ്റംസ് ഇൻഡിവിജ്വൽസ് ആൻഡ് ബിസിനസ്സസ് മേക്ക് ദെയർ ഓൺ ഇക്കണോമിക് ഡിസിഷൻസ് ആൻഡ് ദ ഗവൺമെന്റ് റോൾ ഈസ് ടിപ്പിക്കലി ലിമിറ്റഡ്. ഇത്തരത്തിലുള്ള ഒരു സമ്പദ് വ്യവസ്ഥ നിലനിൽക്കുന്ന രാജ്യത്ത് വ്യക്തികൾ അവർക്ക് അവരുടേതായിട്ടുള്ള ഡിസിഷൻസ് എടുക്കും. പക്ഷെ ഗവൺമെന്റിന് അവിടെ യാതൊരു റോളും ഉണ്ടാവുകയില്ല. അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ റോൾ എന്ന് പറയുന്നത് എന്താണ്? പരിമിതമാണ്, വളരെ ലിമിറ്റഡ് ആയിരിക്കും. അതിന് എക്സാമ്പിൾ ആണ് ഇത് കാനഡ. രണ്ടാമത്തതാണ് സോഷ്യലിസ്റ്റ് ഇക്കോണമി, സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ. A socialist economy is characterized by state ownership of the means of production such as land and factories rather than private ownership. അപ്പൊ സോഷ്യലിസ്റ്റ് ഇക്കോണമിയിൽ പറയുന്നത് എന്താ? ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമിയിൽ നമ്മൾ പറഞ്ഞു അവിടെ ആർക്കാണ് ഇമ്പോർട്ടൻസ്? പ്രൈവറ്റ് സെക്ടേഴ്സിനാണ് അല്ലെങ്കിൽ പ്രൈവറ്റ് പാർട്ടിക്കാണ് ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമിയിൽ ഇമ്പോർട്ടൻസ്, അല്ലെങ്കിൽ എല്ലാത്തിന്റെ മുകളിലുള്ള കൺട്രോളും ഓണർഷിപ്പും പ്രൈവറ്റ് സെക്ടറിനാണ്. എന്നാൽ സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയിലേക്ക് വരികയാണെങ്കിൽ പ്രൊഡക്ഷൻ അതുപോലെ തന്നെ ഓണർഷിപ്പ് ഇവയെല്ലാം ആർക്കായിരിക്കും? സ്റ്റേറ്റിനായിരിക്കും. സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താ? ഗവൺമെന്റിനെയാണ് കേട്ടോ സ്റ്റേറ്റ് എന്ന് പറയാ. അപ്പം സോഷ്യലിസ്റ്റ് ഇക്കോണമിയിൽ എല്ലാ റിസോഴ്സസിന് മുകളിലുള്ള ഓണർഷിപ്പും അതുപോലെ തന്നെ ഒരു പ്രൊഡക്ഷന്റെ മുകളിലുള്ള കൺട്രോളും എല്ലാം ആർക്കായിരിക്കും? ഗവൺമെന്റിനായിരിക്കും. സ്റ്റേറ്റ് ഓർ ഗവൺമെന്റ് കൺട്രോൾസ് ആൻഡ് അലോക്കേറ്റ്സ് ദി റിസോഴ്സസ്. എക്സാമ്പിൾ ചൈന, അതായത് പണ്ടത്തെ സോവിയറ്റ് യൂണിയൻ ആണ് ഇപ്പോഴത്തെ ചൈന എന്ന് പറയുന്നത്. അപ്പം ചൈനയാണ് സോഷ്യലിസ്റ്റ് ഇക്കോണമിക്കുള്ള ഒരു എക്സാമ്പിൾ. അടുത്തതാണ് ഇത് മിക്സഡ് ഇക്കോണമി. മിക്സഡ് ഇക്കോണമി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മിശ്ര സമ്പദ് വ്യവസ്ഥ അല്ലെ. എന്തിന്റെയൊക്കെയോ മിക്സ് ആണെന്ന് പറയാം. അപ്പൊ എന്തിന്റെയൊക്കെ മിക്സ് ആയിരിക്കും? നമ്മൾ ഇതിന് തൊട്ട് മുൻപ് ആകെ രണ്ട് സമ്പദ് വ്യവസ്ഥയാണ് പഠിച്ചത് അല്ലെ, ക്യാപിറ്റലിസ്റ്റും അതുപോലെ തന്നെ സോഷ്യലിസ്റ്റും. അപ്പോൾ ഇറ്റ് കമ്പൈൻസ് ദ എലമെന്റ്സ് ഓഫ് ബോത്ത് മാർക്കറ്റ് ആൻഡ് പ്ലാൻഡ് ഇക്കണോമീസ് ടിപ്പിക്കലി ഫീച്ചറിംഗ് ബോത്ത് പ്രൈവറ്റ് ആൻഡ് പബ്ലിക് സെക്ടേഴ്സ്. അപ്പൊ മിക്സഡ് ഇക്കോണമി എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഇറ്റ് ഇസ് ദ കോമ്പിനേഷൻ ഓഫ് ബോത്ത് ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമി ആൻഡ് സോഷ്യലിസ്റ്റ് ഇക്കോണമി. അത് ഓർത്താൽ മതി. അതായത് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെയും സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയുടെയും ഒരു കോമ്പിനേഷൻ ആണ് എന്ത്? മിക്സഡ് ഇക്കോണമി അഥവാ മിശ്ര സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത്. It allows for private enterprises and competition while also incorporating government intervention for social welfare and public good. അതായത് ഇത്തരത്തിലുള്ള ഒരു ഇക്കോണമിയിൽ ഗവൺമെന്റിനും അതുപോലെ തന്നെ പ്രൈവറ്റ് സെക്ടറിനും എന്തായിരിക്കും? ഈക്വൽ റോൾ ആയിരിക്കും. ഗവൺമെന്റ് ചെയ്യേണ്ട കാര്യങ്ങൾ ഗവൺമെന്റ് അതിനനുസരിച്ച് ചെയ്യും. അതുപോലെ തന്നെ പ്രൈവറ്റ് സെക്ടേഴ്സിന് ഇപ്പൊ എന്തെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അവർക്ക് സ്റ്റാർട്ട് ചെയ്യാം. കാരണം നമുക്കറിയാം അല്ലെ, നമുക്ക് എഡ്യൂക്കേഷന്റെ കാര്യം തന്നെ എടുത്തു നോക്കുകയാണെങ്കിൽ ഒരുപാട് സ്കൂളുകളുണ്ട് അല്ലേ? ഒരുപാട് ഗവൺമെന്റ് സ്കൂളുകളുണ്ട്, അതുപോലെ തന്നെ ഒരുപാട് പ്രൈവറ്റ് സ്കൂളുകളും ഉണ്ട് അല്ലെ.
അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു കാര്യത്തില് ഗവൺമെന്റിനും അതുപോലെ തന്നെ പ്രൈവറ്റ് പാർട്ടിക്കും ഈക്വൽ ആയിട്ടായിരിക്കും മിക്സഡ് ഇക്കോണമിയിൽ എന്ത് ചെയ്തിട്ടുണ്ടാവുക, ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ ഇവർക്ക് രണ്ടുപേർക്കും ആ ഒരു സമ്പദ് വ്യവസ്ഥയില് ഓണർഷിപ്പും കാര്യങ്ങളും ഉണ്ടായിരിക്കും. അതിന് എക്സാമ്പിൾ ആണ് എന്ത്, ഇന്ത്യ. സോ ഇന്ത്യ ഈസ് എ മിക്സഡ് ഇക്കോണമി. ഇന്ത്യയിലുള്ളത് മിശ്ര സമ്പദ് വ്യവസ്ഥയാണെന്നുള്ളത് ഓർക്കുക. നമുക്ക് ഈ ടൈപ്സ് ഓഫ് ഇക്കണോമിക് സിസ്റ്റത്തിനെ ഒന്ന് ടേബിൾ വൈസ് പറയുകയാണെങ്കിൽ, ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമി എന്ന് പറഞ്ഞാൽ എന്താ, പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് ആൻഡ് ബിസിനസ് ഹാവ് ദി ഓണർഷിപ്പ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പ്രൈവറ്റ് പാർട്ടീസിനായിരിക്കും അവിടെ ഓണർഷിപ്പ്. ഇനി സോഷ്യലിസ്റ്റ് ഇക്കോണമിയിലാണെങ്കിൽ ഗവൺമെന്റ് ഹാവ് ദി ഓണർഷിപ്പ്, ഗവൺമെന്റിനായിരിക്കും ഓണർഷിപ്പ്. എന്നാൽ മിക്സഡ് ഇക്കോണമിയിൽ എത്തുമ്പോൾ ബോത്ത് ഗവൺമെന്റ് ആൻഡ് പ്രൈവറ്റ് സെക്ടർ, പ്രൈവറ്റ് സെക്ടറിനും അതുപോലെ തന്നെ ഗവൺമെന്റിനും കൂടി ആയിരിക്കും ആ ഒരു രാജ്യത്തിന്റെ ഓണർഷിപ്പ് ഉണ്ടാവുക. ദെൻ ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമിയിൽ പ്രീ ഡോമിനൻസ് ഓഫ് പ്രൈവറ്റ് സെക്ടർ, അവിടെ ഡോമിനന്റ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ അവിടെ ആധിപത്യം ആർക്കായിരിക്കും, പ്രൈവറ്റ് സെക്ടറിനായിരിക്കും. എന്നാൽ സോഷ്യലിസ്റ്റ് ഇക്കോണമിയിലോ സ്റ്റേറ്റ്, അതായത് ഗവൺമെന്റിനായിരിക്കും അവിടെ ആധിപത്യം ഉണ്ടാവുക. എന്നാൽ മിക്സഡ് ഇക്കോണമിയിലാണെങ്കിൽ കോ എക്സിസ്റ്റൻസ് ഓഫ് ബോത്ത് പബ്ലിക് ആൻഡ് പ്രൈവറ്റ് സെക്ടേഴ്സ്, പബ്ലിക് സെക്ടറിനും അതായത് ഗവൺമെന്റിനും അതുപോലെ തന്നെ വ്യക്തികൾക്കും ഒരുപോലെ തന്നെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് എവിടെ, മിക്സഡ് ഇക്കോണമിയിൽ. പിന്നെ ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമിയിൽ ലിമിറ്റഡ് ഗവൺമെന്റ് റോളാണ്, ഗവൺമെന്റിന്റെ റോള് വളരെ പരിമിതമാണ് അല്ലെങ്കിൽ വളരെ കുറവാണ്. എന്നാൽ സോഷ്യലിസ്റ്റ് ഇക്കോണമിയിൽ ഹൈ ഗവൺമെന്റ് റോളാണ് ഉള്ളത്. മിക്സഡ് ഇക്കോണമിയിലോ ഗവൺമെന്റിന് ആവശ്യമുള്ള സമയങ്ങളിൽ ഗവൺമെന്റ് എന്ത് ചെയ്യും, ഇടപെടും. അതായത് ഗവൺമെന്റും ഉണ്ട് അതുപോലെ തന്നെ പ്രൈവറ്റ് പാർട്ടീസും ഉണ്ട്, ആവശ്യമായ ഘട്ടങ്ങളിലെല്ലാം ഗവൺമെന്റ് ഇടപെടുന്നാണ് പറയുന്നത്. പിന്നെ ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമിയിൽ പ്രൊഡ്യൂസിങ് ഗുഡ്സ് ആർ മോർ ഡിമാൻഡ് ഫോർ ഏൺ പ്രോഫിറ്റ്. ക്യാപിറ്റലിസം എന്ന് പറഞ്ഞാൽ തന്നെ എന്താ, അവരുടെ മെയിൻ എയിം എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ഗുഡ്സ് ആയിരിക്കും അവർ കൂടുതലായിട്ടും പ്രൊഡ്യൂസ് ചെയ്യുക. എന്നാൽ സോഷ്യലിസ്റ്റ് ഇക്കോണമി ഓഫ് ഗുഡ്സ് വിച്ച് സൊസൈറ്റി നീഡ്സ്, നമ്മുടെ സമൂഹത്തിലുള്ള ജനങ്ങൾക്ക് എന്ത് ടൈപ്പ് ഓഫ് ഫുഡ് ആണോ ആവശ്യം അവരുടെ നീഡിനനുസരിച്ചിട്ടായിരിക്കും സോഷ്യലിസ്റ്റ് ഇക്കോണമിയിൽ പ്രൊഡ്യൂസ് ചെയ്യുക. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മളെ ഇന്ത്യയിൽ തന്നെ എടുത്തു നോക്കിക്കഴിഞ്ഞാല് നമുക്കറിയാം ഗവൺമെന്റ് ഒരുപാട് കാര്യങ്ങൾ സബ്സിഡീസും മറ്റും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം വഴി നമുക്ക് റേഷൻ കടകളിലൂടെയൊക്കെ എന്ത് കിട്ടുന്നുണ്ട്, അരികൾ പോലുള്ള സാധനങ്ങൾ മറ്റും കിട്ടുന്നുണ്ട്. അപ്പം അവിടെ ആ സൊസൈറ്റീനെ നീഡ് എന്താ, ജനങ്ങൾക്ക് ആവശ്യം എന്താന്ന് നോക്കിയിട്ടാണ് ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. അല്ലാതെ അവിടെ ലാഭമല്ല നോക്കുന്നത്, മറിച്ച് വെൽഫെയർ അല്ലെങ്കിൽ വെൽത്ത് ഓഫ് ദി പീപ്പിൾ ആണ് സോഷ്യലിസ്റ്റ് ഇക്കോണമി ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ മിക്സഡ് ഇക്കോണമിയിലോ ബോത്ത് രണ്ടും കൂടി വരും അല്ലെ. ഇത് മിക്സഡ് ഇക്കോണമിയിൽ എന്ത് ചെയ്യും, പ്രൈവറ്റ് പാർട്ടീസ് ഉണ്ടാവും അതുപോലെ തന്നെ ഗവൺമെന്റ് ഉണ്ടാവും. അപ്പൊ ഗവൺമെന്റിന്റെ റോള് കൃത്യമായിട്ട് ചെയ്യും, കൂടെ അവിടെ എന്തും കൂടി ഉണ്ടാവും, പ്രൈവറ്റ് സെക്ടേഴ്സും പ്രവർത്തിക്കും. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പ്രോഫിറ്റ് ആണ് ആരുടെ എയിം എന്ന് പറയുന്നത്, ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമിയുടെ എയിം എന്ന് പറയുന്നത്. എന്നാൽ സോഷ്യലിസ്റ്റ് ഇക്കോണമിയുടെ എയിമോ ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത് ആൻഡ് റിസോഴ്സസ്, നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസും കാര്യങ്ങളും ഈക്വൽ ആയിട്ട് എല്ലാവരിലേക്കും എത്തിക്കുക, അല്ല എല്ലാ ജനങ്ങളിലേക്കും തുല്യമായിട്ട് റിസോഴ്സസും കാര്യങ്ങളും എത്തിക്കുക എന്നതാണ് സോഷ്യലിസ്റ്റ് ഇക്കോണമിയുടെ ലക്ഷ്യം. മിക്സഡ് ഇക്കോണമിക്കോ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഗവൺമെന്റിന്റെ പാർട്ട് ഗവൺമെന്റ് ചെയ്യും, അതുപോലെ തന്നെ പ്രൈവറ്റ് എന്റർപ്രൈസസ് ഉണ്ടെങ്കിൽ അവരുടെ എയിം എന്ന് പറയുന്നത് പ്രോഫിറ്റ് ഉണ്ടാക്കലും, അതുപോലെ തന്നെ ഗവൺമെന്റിന്റെ എയിം എന്ന് പറയുന്നത് ജനങ്ങളുടെ ക്ഷേമവുമായിരിക്കും. ക്ലിയർ? ഒന്നും കൂടി ഞാൻ പറയാം, നമ്മളിപ്പോ പ്രധാനമായിട്ടും പഠിച്ചത് ടൈപ്സ് ഓഫ് ഇക്കണോമിക് സിസ്റ്റംസ് എന്ന് പറയുന്നത് മൂന്നെണ്ണാണുള്ളത്. ഒന്ന് ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമി, പിന്നെ സോഷ്യലിസ്റ്റ് ഇക്കോണമി, അതുപോലെ തന്നെ മിക്സഡ് ഇക്കോണമി. ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമി എന്ന് പറഞ്ഞാൽ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയാണ്. അവിടെ എല്ലാ കാര്യത്തിലും ഓണർഷിപ്പ് ആർക്കായിരിക്കും, പ്രൈവറ്റ് പാർട്ടീസിനായിരിക്കും അല്ലെങ്കിൽ പ്രൈവറ്റ് സെക്ടറിനായിരിക്കും. രണ്ടാമത്തതാണ് എന്ത്, സോഷ്യലിസ്റ്റ് ഇക്കോണമി. ഈ സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയിൽ ഓണർഷിപ്പും കാര്യങ്ങളും ആർക്കായിരിക്കും ഉണ്ടാവുക, ഗവൺമെന്റിനായിരിക്കും അല്ലെങ്കിൽ സ്റ്റേറ്റിനായിരിക്കും. പിന്നെ മിക്സഡ് ഇക്കോണമി, മിക്സഡ് ഇക്കോണമി എന്ന് പറഞ്ഞാൽ ഈ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെയും സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയുടെയും ഒരു കോമ്പിനേഷനെയാണ് നമ്മൾ മിശ്ര സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത്. ഇവിടെ പ്രൈവറ്റ് പാർട്ടീസ് ഉണ്ടാവും അതുപോലെ തന്നെ ഗവൺമെന്റും ഉണ്ടാവും. ആവശ്യമുള്ള ഘട്ടങ്ങളിൽ ഗവൺമെന്റ് ആ ഇക്കോണമിയിൽ ഇടപെടുകയും ചെയ്യും. അപ്പൊ ഈ മൂന്ന് ടൈപ്സ് ഓഫ് സിസ്റ്റത്തിനും എക്സാമ്പിൾ ആണ് കാനഡ എന്ന് പറയുന്നത്, ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമിയുടെ ഒരു എക്സാമ്പിൾ ആണ്. സോഷ്യലിസ്റ്റ് ഇക്കോണമിക്ക് എക്സാമ്പിൾ ആണ് ഏത്, ചൈന. അതുപോലെ തന്നെ മിക്സഡ് ഇക്കോണമിക്ക് ഒരു എക്സാമ്പിൾ ആണ് ഇന്ത്യ. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു.